അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മജ്ഞാനി ശരീരം കൊണ്ട് എപ്പോഴും കർമ്മം ചെയ്താലും അദ്ദേഹം എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം അനുഭവിക്കുന്നത് അത് വിശദമായിട്ട് വിവരിക്കുകയാണ് അടുത്ത 4 ശ്ലോകങ്ങൾ കൊണ്ട്. പിന്നെ അടുത്ത് ചൊല്ലാൻ പോകുന്നത് 10ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. ബ്രഹ്മണ്യാധ്യായ കർമാണി സംഘം ത്യക്താ കരോതിയ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്ത്വാ കരോതിയ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? എന്താണ്? ഇപ്പോ ആരാണോ മനസ്സ്, വാക്ക്, അതേപോലെ ശരീരം ഇതുകൊണ്ടെല്ലാം അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും അല്ലെ, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട് ചിന്തകൾ വരുന്നു, വാക്കുകൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു എന്ന രീതിയിൽ കർത്തൃത്വത്തോടുള്ളൊരു സംഘം, അതേപോലെ ഭോക്തൃത്വത്തോടെ ഞാൻ അനുഭവിക്കുന്നു, അതിനോടൊന്നും സംഘമില്ലാതെ പ്രപഞ്ചത്തിന്റെ രൂപത്തില് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത് ബ്രഹ്മമാണ്, ആ ബ്രഹ്മത്തിന്റെ ആരാധനയാണ് എന്ന ഭാവനയില് ബ്രഹ്മാർപ്പണമായിട്ട് ആരാണോ ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള കർമ്മയോഗി എങ്ങനെയുള്ള ആളാന്ന് പറഞ്ഞാൽ താമരയില അല്ലെ വെള്ളത്തില്, താമരയിലെ വെള്ളത്തിലാണ് കിടക്കുന്നത്. താമരയിലെ വെള്ളത്തിലാണെങ്കിലും വെള്ളം താമരയിലയെ നനയ്ക്കുന്നില്ല അല്ലെ, അത് വെള്ളം തട്ടി നനഞ്ഞു പോകുന്നില്ല. അപ്പൊ അതേപോലെ ഈ ഫലത്തോടുള്ള സംഘം, ഫലത്തിന്റെ വാസന രൂപത്തിലുള്ള പാപം കൊണ്ട് ഒരിക്കലും ഈ ജ്ഞാനി, ഈ കർമ്മയോഗി കളങ്കപ്പെട്ടു പോകുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം തന്റെ എല്ലാ കർമ്മങ്ങളും, എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തത്, മനസ്സുകൊണ്ടാവട്ടെ, ശരീരം കൊണ്ടാവട്ടെ, വാക്കുകൊണ്ടാവട്ടെ, ഇതെല്ലാം ഇതിനോടൊന്നും, താനാണ് തന്റെ ശരീരമാണ് ഇഷ്ടിക്കുന്നത്, ഇതിനോടൊന്നും ഒരു സംഘമില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ബോധമില്ല, ഒരു തോന്നലില്ല. അതുപോലെ അതിൽ നിന്ന് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായാൽ ഇതൊക്കെ ഞാനാണ് അനുഭവിക്കുന്നത് എന്നുള്ള തോന്നലില്ല. അങ്ങനെയുള്ള തോന്നലില്ലാതെ തന്റെ കർമ്മങ്ങളൊക്കെ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന, പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ബ്രഹ്മത്തിന്റെ ആരാധനയാണ് എന്ന ഭാവനയോടെ ബ്രഹ്മാർപ്പണമായിട്ട് ആരാണോ ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് അങ്ങനെയുള്ള കർമ്മയോഗിയെ ഒരു പാപവും ബാധിക്കുന്നില്ല എന്നാണ്, ഒരു ദോഷവും ബാധിക്കുന്നില്ല. ലിപ്യതേന സ പാപേന. ഇപ്പോ സത്യാനുഭവത്തിന്റെ മാർഗത്തില് കർമ്മവാസനകളെല്ലാം തന്നെ പാപമാണെന്ന് പറയാം. ഇവിടെ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ പാപം പുണ്യം അതല്ല, കർമ്മവാസനകളൊക്കെ പാപമാണ്. അവിടെ പുണ്യം പാപമൊന്നുമില്ല, എല്ലാ വാസനകളും പാപമാണ്. കാരണം അതൊക്കെ ആ സത്യാനുഭവത്തിന്റെ മാർഗത്തിൽ അതൊരു തടസ്സം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് പാപമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഏതനുഭവം, ഏത് പുണ്യമായാലും ശരി, പാപം എന്ന് വിളിക്കുന്നതായാലും ശരി, അവിടെ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. വാസനകൾ പുണ്യമായാലും പാപമായാലും അതൊക്കെ പാപം തന്നെയാണ് എന്നുള്ളത് മനസ്സിലായോ? പക്ഷെ എല്ലാം, താൻ ചെയ്യുന്നതെല്ലാം ബ്രഹ്മാരാധനയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, കർമ്മം ചെയ്യുന്നത് മുഴുവൻ ബ്രഹ്മത്തിനോടുള്ള ആരാധനയാണ്, ആ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയുള്ള കർമ്മയോഗി വെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെയാണ്. താമരയില എങ്ങനെയാണ്? വെള്ളത്തിലാണ്, എപ്പോഴും വെള്ളത്തിലാണ് താമരയില അല്ലെ. പക്ഷേ വെള്ളം താമരയിലെ ഒരിക്കലും നനച്ച് കുതിർക്കണമെന്നില്ല. അതേപോലെയാണ് ജ്ഞാനി കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ആ കർമ്മം ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല, അദ്ദേഹത്തിന് ഒരു കളങ്കവും ഏർപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ സിദ്ധനായിട്ടുള്ള ഒരു ജ്ഞാനിയെ ഈ കർമ്മഫലത്തിന്റെ വാസനകളൊന്നും ദോഷം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. അടുത്ത സംശയം ചോദിക്കണം, ശരിയായിരിക്കാം. പക്ഷേ ഈ ജ്ഞാനനിഷ്ഠ ഉറപ്പ് വന്നിട്ടില്ലാത്ത ഒരു കർമ്മയോഗിയുടെ അവസ്ഥ എന്താണ് അല്ലെ? അങ്ങനെ ഒരു സംശയം വരാം. അപ്പൊ ഈ കർമ്മയോഗി, അദ്ദേഹം ജ്ഞാനനിഷ്ഠയിൽ ഉറപ്പ് വന്നിട്ടില്ല, ജ്ഞാനികൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല. ശരി, ജ്ഞാനികൾ കർമ്മരംഗത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവരെ ആ കർമ്മത്തിന്റെ ദോഷങ്ങളൊന്നും ബാധിക്കുന്നില്ല, താമരയില വെള്ളത്തിൽ കിടക്കുന്ന പോലെ എന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കാം. പക്ഷേ
കർമ്മയോഗിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജ്ഞാനനിഷ്ഠ ഉറപ്പ് വന്നിട്ടില്ല. കാരണം കർമ്മവാസനകൾ ഇപ്പോഴും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് കർമ്മയോഗത്തിന്റെ രീതിയിൽ അദ്ദേഹം കർമ്മം അനുഷ്ഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ജ്ഞാനനിഷ്ഠ ഉറപ്പ് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ജ്ഞാനനിഷ്ഠനല്ലാത്ത ഒരു കർമ്മയോഗിയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കാം. കാരണം കർമ്മം ചെയ്യുന്നത് കൊണ്ട് ആ കർമ്മയോഗി വാസനകളിൽ കുടുങ്ങിപ്പോകില്ലേ, വാസനാബദ്ധനാവാൻ ചാൻസ് ഇല്ലേ എന്ന് ചോദിക്കണം. ഈ സംശയത്തിന് മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാം. 11ാമത്തെ ശ്ലോകം ചൊല്ലി. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരവി യോഗിന കർമ്മ കുർവന്തി സംഗം ത്യക്താത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരവി കർമ്മ കുർവന്തി സംഗം ത്യക്താത്മശുദ്ധയേ. അപ്പൊ യോഗിന എന്ന് പറഞ്ഞാൽ കർമ്മയോഗികള്. എങ്ങനെയുള്ളവരാണ് കർമ്മയോഗികള്? മനസ്സിന്റെ സമനിലയൊക്കെ അഭ്യസിച്ച് മനസ്സിനെ സമനിലയിൽ നിർത്തി കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന കർമ്മയോഗികള്, അതാണ് യോഗിനഹ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കർമ്മയോഗികള് അവര് ശരീരം കൊണ്ട്, അതേപോലെ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒക്കെ കർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെ കർമ്മം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫലത്തിനോടുള്ള ഇച്ഛയില്ലാതെ. അപ്പൊ അവര് കർമ്മം ചെയ്യുന്നതിന്റെ ലക്ഷ്യം തന്നെ വെക്കുന്നത് എന്താണ്? ചിത്തശുദ്ധിയാണ്. മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ലക്ഷ്യമാണ് അവർ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒന്നും ഫലത്തിനോട് അവർ ആലോചിക്കുന്നില്ല, അതിന്റെ റിസൾട്ട് എന്താണെന്ന് ആലോചിക്കുന്നില്ല. അതുപോലെ മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മം കൊണ്ട് അതിന്റെ ഫലത്തിനോട് സംഘമില്ല. ബുദ്ധി കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളോട് അതിന്റെ ഫലത്തിനോട് സംഘം ഉണ്ടാവുന്നില്ല. അതുപോലെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അപ്പൊ അങ്ങനെ ആ കർമ്മങ്ങളോടൊന്നും ഫലത്തിനോടൊരു സംഘവുമില്ലാതെ ചിത്തശുദ്ധിയെ ലക്ഷ്യമാക്കിയിട്ടാണ് അവര് കർമ്മയോഗികള് കർമ്മം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സംഘം തെക്തു ആത്മശുദ്ധയെ എന്നാണ്. സംഘം ത്യജിച്ചുകൊണ്ട് ആത്മശുദ്ധിക്കായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് കർമ്മയോഗത്തിൽ. അപ്പോ കർമ്മം ചെയ്യാനുള്ള ഉപകരണങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞൊക്കെ. ശരീരം കർമ്മം ചെയ്യാനുള്ള ഒരു ടൂളാണ് അല്ലെ. അതേപോലെ തന്നെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ കർമ്മം ചെയ്യാനുള്ള ഉപകരണങ്ങളാണ്. അപ്പൊ ഇവിടെ ബുദ്ധിയെ പ്രത്യേകം പറയുന്നുണ്ട്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് കർമ്മത്തില് ബുദ്ധിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതെടുത്ത് കാണിക്കാനാണ് ബുദ്ധിയെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന് പറയാം. ഇപ്പോ എന്താണ് കർമ്മം ചെയ്യാനുള്ളതാണ് ശരീരം തുടങ്ങിയ ഉപകരണങ്ങൾ. അതൊക്കെ ആത്മാവിന്റെ ഉപകരണങ്ങളാണ് കർമ്മം ചെയ്യാനുള്ളത്. അപ്പൊ ഈ യോഗിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇതെല്ലാം ഈ ഉപകരണങ്ങളൊക്കെ ശരീരം തുടങ്ങിയ നേരത്തെ പറഞ്ഞില്ല ഇന്ദ്രിയങ്ങള്, മനസ്സ്, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഇതൊക്കെ കർമ്മം ചെയ്യാനുള്ളതാണ്. അത് ആത്മാവിന്റെ ഉപകരണങ്ങൾ മാത്രമാണെന്ന് യോഗിക്ക് നല്ലവണ്ണം അറിയാമെന്നാണ് പറഞ്ഞത്. ആത്മാവിന്റെ ടൂൾസ് മാത്രമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ട് ഈ ഉപകരണങ്ങളെയൊക്കെ തന്നിൽ നിന്ന് വേറിട്ട് നിർത്തണം, തന്നിൽ നിന്ന് അകറ്റണം. അപ്പൊ നമ്മൾ അതിൽ കെട്ടുപിണഞ്ഞ് കിടക്കുക. ശരീരം ഞാനാണ് എന്നുള്ള തോന്നൽ, അതിനോടൊരു താതാത്മ്യ ഭാവമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? കർമ്മയോഗ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ധാരണ മാറ്റണം. അല്ല, ഇത് ശരീരം വേറെയാണ്, ഇതൊക്കെ ഉപകരണം, ആത്മാവിന്റെ ഉപകരണങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഇതിനെല്ലാം തന്നിൽ നിന്ന് അകറ്റിയാണ് വേണ്ടത്. അതാണ് ലക്ഷ്യം എന്നും കർമ്മയോഗി അറിയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കർമ്മയോഗി എന്താ ചെയ്യുന്ന? കർമ്മം ചെയ്തുകൊണ്ട് തന്റെ ഉള്ളില് അടിഞ്ഞുകൂടിയിട്ടുള്ള ആ ഫലവാസനകള് അതിനെ ക്ഷയിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അല്ലാതെ ഒരു കർമ്മയോഗി ഒരിക്കലും പുതിയ വാസനകള് തന്നിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എങ്ങനെയാണ് പുതിയ വാസനകൾ വരാന്ന് അറിയാലോ അല്ലെ? നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്യുന്നു, അതിന്റെ ഫലത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് പുതിയ വാസനയാവും. പക്ഷെ കർമ്മയോഗി ഒരിക്കലും അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വാസന കർമ്മയോഗിയിൽ പുതുതായിട്ട് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മയോഗിയുടെ ഉദ്ദേശം മനസ്സിലായോ? ആൾറെഡി ഉള്ളിലുള്ള കർമ്മവാസനകളെയൊക്കെ കർമ്മം ചെയ്ത് ക്ഷയിപ്പിക്കുകയാണ് കർമ്മയോഗി. അപ്പൊ ഫലത്തിനോട് ഇച്ഛ വയ്ക്കാത്തത് കൊണ്ട് പുതിയ കർമ്മവാസനകൾ അദ്ദേഹം ഉള്ളിൽ എടുത്തു വെക്കണില്ല, അത് ഉണ്ടാവാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഫലത്തോടുള്ള ഇച്ഛ അല്ലെങ്കിൽ ഫലത്തോടുള്ള അറ്റാച്ച്മെന്റ്, സംഘം ഉപേക്ഷിക്കുന്ന മനസ്സ്, അതിനെന്താ സംഭവിക്കുക? അത് കൂടുതൽ കൂടുതൽ
ബാലൻസ്ഡ് ആവും, സമനില പ്രാപിക്കാൻ തുടങ്ങും. സമനില പ്രാപിച്ചാൽ മനസ്സ് ശുദ്ധമാവും എന്ന് പറയും. ഇത് മാത്രല്ല, മനസ്സ് സമനിലയിൽ വരുംതോറും എന്താ ഉണ്ടാവുക അറിയാമോ? ആത്മാനുഭവം വർദ്ധിക്കാൻ തുടങ്ങും, ആത്മാനുഭവം കൂടി വരാനായിട്ട് തുടങ്ങും. അപ്പൊ മനസ്സ് സമനിലയിൽ നിൽക്കുമ്പോഴേ ആത്മാനുഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സമനില ഉള്ളിൽ ഉറപ്പ് വരുംതോറും ആത്മാനുഭവം കൂടി വരാൻ തുടങ്ങും. അപ്പൊ ഒരു യോഗിയെ സംബന്ധിച്ച്, ഒരു കർമ്മയോഗിയെ സംബന്ധിച്ച് തന്റെ കർമ്മം ഫലവത്തായോ വിജയിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു മാർഗം എന്താണെന്നറിയാമോ? ആ കർമ്മം ചെയ്യുന്നതിന്റെ റിസൾട്ട് നോക്കിയിട്ടല്ല, അല്ലെ, അത് നല്ലതായി തീർന്നോ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടായോ, അല്ലെങ്കിൽ നല്ലതായോ, അത് നോക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ് അത് വിജയിച്ചു, തന്റെ കർമ്മം വിജയിച്ചു എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഓരോ കർമ്മം കഴിയുന്തോറും കർമ്മവാസനയ്ക്ക് ശക്തി കുറയും. എന്നിട്ട് മനസ്സ് കൂടുതൽ കൂടുതൽ സമനിലയിലെത്തും. ആത്മാനന്ദം വർദ്ധിക്കുന്നുണ്ടോ? ആത്മാനന്ദം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ യോഗിയുടെ കർമ്മം വിജയിക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എല്ലാം നോക്കണം. നമ്മൾ സാധാരണക്കാരൻ നമ്മൾ എന്താ ചെയ്യാ? ഒരു സക്സസ്ഫുൾ ആയോ എന്നറിയുന്നത് ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് പറയുന്നത്, അല്ലെ? ശരിയല്ല? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണെന്ന് അറിയാമോ? നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മവാസന എങ്ങോട്ട് പോയി? അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ലൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. മനസ്സ് സമനിലയിൽ നിൽക്കാൻ തുടങ്ങും. മനസ്സ് സമനിലയിൽ നിന്ന് ആത്മാനന്ദം വർദ്ധിക്കാൻ, ഉള്ളിൽ അനുഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ കർമ്മം ചെയ്യുന്തോറും ഈ ആത്മാനന്ദം ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് കർമ്മം ചെയ്യുന്നതിന്റെ വിജയത്തിന്റെ ലക്ഷണം. അതാണ്, അളവ് പോലെ അതാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ആൾക്ക് എന്താ പറഞ്ഞു വരുന്നത്? കർമ്മയോഗി വാസനകളുമായിട്ട് ബദ്ധനാവില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു, അല്ലെ? എന്നൊരു സംശയം ചോദിച്ചു. അതിന് മറുപടി പറയണം. കാരണം കർമ്മയോഗിക്ക് അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പുതിയ വാസനകൾ ഉണ്ടാവാൻ കർമ്മയോഗി അനുവദിക്കില്ല. കാരണം ഫലത്തിനോട് സംഘമില്ലാതെയാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ കർമ്മം ചെയ്യുന്തോറും തന്റെ ഉള്ളിലുള്ള വാസനകൾ ക്ഷയിച്ചു പോവുകയാണ്. വാസനകൾ ക്ഷയിച്ചു പോകുന്തോറും മനസ്സ് സമനിലയിൽ വരാൻ തുടങ്ങും, യോഗം സംഭവിക്കും. മനസ്സ് സമനിലയിൽ ഉറപ്പ് കിട്ടും തോറും ഉള്ളില് ആത്മാനുഭവം വർദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ആ ആത്മാനുഭവം വളരുന്നുണ്ടെങ്കിൽ തന്റെ കർമ്മം വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ആൾക്ക് അദ്ദേഹം ജ്ഞാനി ആയിട്ടില്ലെങ്കിലും, ആ അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിലും സാധകനാണ് അദ്ദേഹം. ആ സാധകനായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് ഒന്നും പേടിക്കാനില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനൊന്നും ബന്ധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മം ഏത് രീതിയിലായാലും, എന്തൊക്കെ തന്നെ ആയാലും, ഫലത്തിനോട് സംഘമില്ലാത്ത ആൾ, നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്ക് ആ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് പറയുന്നത്. അതേസമയം ആ ഫലത്തില് ഇച്ഛ വെക്കുന്ന ആളെ സംബന്ധിച്ച്, ഫലത്തിനോട് ആഗ്രഹം വെക്കുന്ന ആൾക്ക് എന്തുണ്ടാവുക? അദ്ദേഹം ബന്ധത്തിൽ അകപ്പെടുകയും ചെയ്യും. ഫലത്തിനോട് ആഗ്രഹമില്ലാത്ത ആളെന്ന് അദ്ദേഹത്തിന് ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടും. ഫലത്തിനോട് ആഗ്രഹമുള്ള ആളുകൾ അതിനകത്ത് കുടുങ്ങിപ്പോകും. ഇതാണ് കർമ്മത്തിന്റെ രഹസ്യം, ഇതാണ് എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് ഭഗവാൻ പറയുന്ന ഈ ഒരു കർമ്മത്തിന്റെ രഹസ്യമാണ് ഭഗവാൻ കൃഷ്ണൻ തുടർന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് 12ാമത്തെ ശ്ലോകത്തില്. ഇതാണ് 12ാമത്തെ ശ്ലോകം, ചൊല്ലിക്കോളൂ. യുക്തകർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്തകാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. യുക്തഃ കർമ്മഫലം ത്യക്ത്വാ ശാന്തിം ആപ്നോതി നൈഷ്ഠികീം അയുക്ത കാമകാരേണ സക്തോ നിബധ്യതേ. അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയുന്നതാണ്. ഇപ്പോ യോഗ പരിശീലിച്ച്, യോഗ എന്ന് പറഞ്ഞ ആസനങ്ങളല്ല, നേരത്തെ പറഞ്ഞില്ല, മനസ്സിന്റെ സമനില, അത് ആ യോഗ പരിശീലനം പാകപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആത്മാനന്ദം അനുഭവിക്കാൻ തുടങ്ങും, ആത്മാനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മാനന്ദം കണ്ടെത്തിയ ആള് അദ്ദേഹം എന്താ ചെയ്യാ? ഫലത്തിനോടുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കില്ല. എന്ന് മാത്രമല്ല, ആ ആത്മനിഷ്ഠ കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങേയറ്റം ശാന്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ ഇടതടവില്ലാതെ നിരന്തരമായ ഒരു ശാന്തി അനുഭവിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ആരാണ് അങ്ങനെ എത്തിച്ചേരുക? യോഗ പരിശീലനമൊക്കെ പാകപ്പെട്ട് ആത്മാനന്ദം അനുഭവിച്ച ആള്.
അദ്ദേഹം പിന്നെ ഒരു കർമ്മത്തിന്റെയും ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ആത്മനിഷ്ഠ അനുഭവിക്കുന്നുണ്ട്. ആ ആത്മനിഷ്ഠ കൊണ്ട് അദ്ദേഹം എപ്പോഴും ഒരു ശാന്തി അനുഭവിക്കാൻ ഇടവരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്ന ആളോ, മനസ്സ് ഉള്ളിലേക്ക് തിരിയാതെ, മനസ്സിന് ആത്മാവിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ആള് എന്താ സംഭവിക്കുക? അവരുടെ ശ്രദ്ധ എപ്പോഴും പുറത്തായിരിക്കും, അല്ലെ? ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവരുടെ ശ്രദ്ധ മനസ്സെവിടെയിരിക്കും? എപ്പോഴും പുറത്ത്. അപ്പൊ പുറത്തുള്ള കർമ്മം ചെയ്യുന്നതിന്റെ ഫലത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഈ കർമ്മം ചെയ്തു, ഇത് എന്റേതാണ്, ഇങ്ങനെ ആ കർമ്മം ചെയ്യുന്ന കർമ്മങ്ങളോടൊക്കെ അതിന്റെയൊക്കെ ഫലത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് വയ്ക്കും, അതിനോട് സംഘം ഉണ്ടാകും. അങ്ങനെ അതിൽ അദ്ദേഹം കെട്ടുപിണഞ്ഞു പോകുന്നു എന്നാണ്, അതിൽ ബദ്ധനാവുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ആളുകൾ? ശ്രദ്ധ എപ്പോഴും പുറത്തു തിരിക്കുന്ന ആളുകൾ. നേരെ മറിച്ച് അന്തർമുഖ ഭാവത്തിലാണ് ഇരിക്കുന്ന ആൾക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല ആണ്. സക്തോ നിബദ്ധ്യതേ. അപ്പൊ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മഫലത്തിലുള്ള അറ്റാച്ച്മെന്റ്, അതിനോടുള്ള ഇച്ഛ, അതിനോടുള്ള ആഗ്രഹം, അതാണ് ബന്ധം. അപ്പോ ഈ ഫലത്തിനോടുള്ള സംഘം വിട്ടുകഴിഞ്ഞാൽ ആ മനസ്സ് ഫ്രീ ആയി. അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ആ മനസ്സ് ഫ്രീ ആയി. അത് ഫ്രീ ആയി, കാരണം അതിനകത്ത് ഒന്നും കുടുങ്ങി കിടക്കുന്നില്ല. അപ്പൊ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സുഖമാണ് അനുഭവിക്കാൻ പറ്റുക എന്നാണ്. രണ്ട് രീതിയിൽ സുഖം അനുഭവിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് കർമ്മഫലം കൊണ്ടുണ്ടാവുന്ന സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മളൊരു കർമ്മം ചെയ്തു, അത് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് വിചാരിക്കും, അല്ലെ? നമ്മൾ ഒരു കാര്യം ചെയ്തു, ഒരു കർമ്മം, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു, അത് വളരെ സക്സസ്ഫുൾ ആയി, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആയി. അപ്പൊ അതിന്റെ കർമ്മഫലം കാണുമ്പോൾ നമുക്കൊരു ഉള്ളിൽ ഒരു സുഖം, ഒരു സന്തോഷം ഉണ്ടാവും, അല്ലെ? ശരിയല്ല? നമ്മളിപ്പോ ഒരു ബിസിനസ് തുടങ്ങി എന്ന് വിചാരിക്കാം. ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ ബിസിനസ് നല്ല രീതിയിൽ പോകണം, നല്ല പ്രോഫിറ്റ് ഉണ്ടാവുന്നു, ഉള്ളിലൊരു സുഖം, അല്ലെ? ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സുഖം അനുഭവിക്കാൻ അങ്ങേയറ്റം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും, ശരിയല്ല? ഇപ്പൊ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ കമ്പനി ചെയ്യണം, ഒരുപാട് പണിയെടുക്കണം, അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങേയറ്റം ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള ഒരു സുഖം കിട്ടിയാൽ തന്നെ അത് സ്ഥിരമായി നിന്നോളണമെന്നില്ല, ശരിയല്ല? ഏറ്റക്കുറച്ചില് സ്വാഭാവികമാണ്, കയറ്റിറക്കങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കർമ്മഫലം കൊണ്ടുണ്ടാവുന്ന, അനുകൂലമായ കർമ്മഫലം കൊണ്ടുണ്ടാവുന്ന സുഖത്തില് സ്ഥിരത ഉണ്ടാവില്ല. അത് നേടാൻ അങ്ങേറ്റം ക്ലേശിക്കേണ്ടി വരും, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ കിട്ടിയാൽ തന്നെ അത് സ്ഥിരമാവില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബിസിനസ് തുടങ്ങി, അത് സക്സസ്ഫുൾ ആയി, പക്ഷെ ആ ഒരു സുഖം സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നൽ വരും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് കൂടെ എനിക്ക് ബിസിനസ് ചെയ്യണം, കാരണം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ചിന്ത വീണ്ടും പുതിയ കർമ്മങ്ങളിലേക്ക് വന്നു, അതിന്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ചിന്ത വന്നു. അപ്പൊ എന്തായി? ഈ സുഖം ഇല്ലാതെയായി. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഈ ഫലത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വിട്ടതുകൊണ്ട്, ഫലത്തിനോട് സംഘമില്ലാതെ അങ്ങനെയുള്ള ആ ഒരു മനസ്സിൽ കിട്ടുന്ന ആത്മസുഖമാണ് രണ്ടാമത്തേത്. ആദ്യത്തേത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ ആ കർമ്മഫലം കാണുമ്പോൾ ഉള്ളിലൊരു സുഖം ഉണ്ടാവുമെന്ന് പറഞ്ഞു, പക്ഷെ സ്ഥിരമല്ല എന്ന് പറഞ്ഞു. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫലത്തിലൊന്നും ചിന്തയില്ലാതെ, അതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ലാതെ ഉള്ളില് ഇല്ലാതാവുമ്പോൾ ഉള്ളില് അനുഭവിക്കുന്ന ആത്മസുഖമാണ് രണ്ടാമത്തത് എന്നാണ് പറയുന്നത്. ഈ ആത്മസുഖം എങ്ങനെയൊക്കെ നമുക്ക് അനുഭവിക്കാം? ധ്യാനം ചെയ്യുന്നതിലൂടെ നമുക്കൊരു ആത്മസുഖം അനുഭവം നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? നമ്മൾ ആ ധ്യാനത്തിലൂടെ ഒരു സുഖം നമ്മൾ അനുഭവിക്കേണ്ട കുറച്ച് സമയത്തേക്കാണെങ്കിൽ. അപ്പൊ ധ്യാനം, അതുപോലെ മനനം ചെയ്യുമ്പോൾ, ചില സാധനകൾ അനുഷ്ഠിക്കുമ്പോൾ, അതുപോലെ യോഗം പരിശീലിക്കുമ്പോൾ, മനസ്സിന്റെ സമനില പരിശീലിക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് ഈ ഒരു ആത്മസുഖം അനുഭവിക്കാം, ആത്മസുഖം നേടാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കർമ്മഫലം അനുകൂലമാണെങ്കിലും പ്രതികൂലമായാലും ഈ അഭ്യാസം കൊണ്ട് നേടുന്ന ഈ ആത്മസുഖം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നേരെ മറിച്ച് കർമ്മഫലം ആണ്, അതിലാണ് നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നതെങ്കിൽ അനുകൂലമായാലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ, പ്രതികൂലമായി കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല, ദുഃഖമാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഈ പരിശീലന സാധനങ്ങൾ അനുഷ്ഠിച്ച് മനസ്സിന്റെ സമനില സമ്പാദിച്ച്, അല്ലെ, സമനില ശീലിച്ച്, ഇങ്ങനെയുള്ള അഭ്യാസം കൊണ്ട് നേടാൻ കഴിയുന്ന ആത്മസുഖം അതൊരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ്. ആ ഒരു സുഖം എപ്പോഴും ഉണ്ടാവും.
അപ്പൊ യോഗിയുടെ നൈഷ്ഠിക ശാന്തി എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് പറയുന്നത്. നൈഷ്ഠിക ശാന്തി എന്ന് പറഞ്ഞതാണ് ആ ഒരു പരിശീലനത്തോട് കിട്ടുന്ന ആ ഒരു ആത്മസുഖം. അപ്പോ ഫലം തെക്തുക എന്ന് പറഞ്ഞാൽ ഫലത്തിനോടുള്ള സംഘമില്ലാതെ. അപ്പൊ ഈ ശാന്തി കണ്ടെത്താത്ത ആൾ, എങ്ങനെയുള്ള ശാന്തി? നൈഷ്ഠികി ശാന്തി എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ട് നേടുന്ന ആത്മസുഖം, അതിലൂടെ ഒരു ശാന്തി അനുഭവിക്കും. ആ ശാന്തി കണ്ടെത്താൻ കഴിയാത്ത ആള്, അയാൾക്ക് എന്താ സംഭവിക്കുക? എപ്പോഴും ഫലത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കൂടും, അതിൽ കിടന്ന് വട്ടം കറങ്ങേണ്ടി വരും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? അതിൽ തന്നെയായിരിക്കും. കാരണം ഈ ആത്മസുഖം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല, തുടർന്നുണ്ടായ ആ ശാന്തിയും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയുള്ള ആൾ എപ്പോഴും ഫലത്തിനോടുള്ള സംഘം അതിർക്കുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ആ ആത്മാവ് എന്ന് പറയുന്നത് നിശ്ചലമാണ്, നിത്യമുക്തമാണ്, നിത്യമാണ്, മുക്തമാണ് ആത്മാവ്. അങ്ങനെയുള്ള ആത്മാവാണ് ഞാന്. ഇതാണ് ജ്ഞാനിയുടെ അനുഭവം, അല്ലെ? അങ്ങനെ അനുഭവിക്കുന്ന ആ ജ്ഞാനിയുടെ അദ്ദേഹം സർവകർമ്മ സന്യാസം ചെയ്ത ആളാണ്. സർവകർമ്മ സന്യാസി, എല്ലാ കർമ്മങ്ങളെയും വിട്ടുകളഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ജ്ഞാനിയുടെ ആ സർവകർമ്മ സന്യാസ രഹസ്യമാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. എന്താണ് ഇതിന്റെ രഹസ്യം? 13ാമത്തെ ശ്ലോകം ചൊല്ലി. സർവകർമാണി മനസാ സംന്യസ്യസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവം ന കാരയൻ. അടുത്ത് പറയുന്നത് ഇതാണ്: സർവകർമാണി മനസാ സന്യസ്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹേ നൈവ കുർവൻ ന കാരയൻ. ഇതാണ് അദ്ദേഹത്തിന്റെ അനുഭവം, ഇതാണ് എന്ന് പറയാം. എങ്ങനെയുള്ള ആളുടെ അനുഭവമാണ്? ഇപ്പൊ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് ആത്മനിഷ്ഠയിൽ ഉറപ്പ് വന്ന വ്യക്തി, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മനസ്സുകൊണ്ട് ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടോ മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുക, അതാണ് വളരെ പ്രധാനം. പുറമേക്ക് ഉപേക്ഷിക്കൽ പറഞ്ഞിട്ടില്ല, ഉള്ളിന്നാണ് ഉപേക്ഷിക്കുന്നത്. മനസ്സിലായോ? ഉള്ളുകൊണ്ട് ഉപേക്ഷിക്കുന്നു. എന്നിട്ടോ തന്റെ ശരീരത്തെ എങ്ങനെയാണ് അദ്ദേഹം കണക്കാക്കുന്നത്? നവദ്വാരേ പുരേ ദേഹം, അല്ലെ? 9 വാതിലുകളുള്ള ഒരു പട്ടണം പോലെ ഉള്ള ശരീരത്തിൽ, അല്ലെ? ആ പട്ടണത്തിന് 9 വാതിലുകളുണ്ട്. 9 വാതിലുകളുള്ള ഒരു പുരമാണ് ഈ ശരീരം. അപ്പൊ അങ്ങനെയുള്ള ഈ ശരീരത്തില് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള തോന്നലില്ല എന്നാണ് ഇവര്. സ്വയം ഒന്നും തന്നെ ചെയ്യാത്തവനായി, അതേപോലെ ഒന്നും തന്നെ ചെയ്യിക്കാത്തവനായി ആണ് അദ്ദേഹം കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യുന്നില്ല, ഒന്നും എന്താണ് ചെയ്യിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നില്ല അദ്ദേഹം. അപ്പോ ഇതെല്ലാം അതാണ് അതിന്റെ ഇന്ദ്രിയങ്ങളുടെ കർമ്മമാണ്, ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയാണ്. അപ്പൊ അദ്ദേഹം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പിൽ എപ്പോഴും ആത്മാനുഭൂതിയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുകയാണ് എന്നാണ് പറയുന്നത്. മനസ്സാ സന്യസ്യ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കർമ്മത്തിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് പ്രധാനമായും മാനസികമാണ് എന്നാണ് പറയുന്നത്. മനസ്സിൽ നിന്നാണ്, ശാരീരികമല്ല. അതുകൊണ്ടാണ് ജ്ഞാനികളൊക്കെ പുറമെ കർമ്മം ചെയ്യുന്നത്, ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നുണ്ടാവും, പക്ഷെ മനസ്സുകൊണ്ട് അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ കർമ്മവിമുക്തി അല്ലെങ്കിൽ സന്യാസം എന്ന് പറഞ്ഞാൽ അത് മാനസികമാണ്, ശാരീരികമല്ല എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ മാനസികമായിട്ടുള്ള കർമ്മവിമുക്തി അനുഭവിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ സന്യാസം അനുഭവിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തത്വാനുഭവം കൊണ്ടേ ഉണ്ടാവുള്ളൂ. സത്യം എന്താണെന്ന് അനുഭവിച്ചറിയണം. ആത്മാനുഭവം ഉണ്ടാവുമ്പോഴേ അത് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ എല്ലാറ്റിൽ നിന്നും വിടർത്തി, എന്ന് പറഞ്ഞാൽ അസംഗമാക്കി മനസ്സിനെ ആത്മനിഷ്ഠമാക്കി തീർക്കാൻ സാധിക്കണം. അതാണ് അതിനുള്ള മാർഗം, അതിനുള്ള ഉപായം അതാണ് എന്നുള്ളത്. ഇപ്പൊ മനസ്സ് പുറമെ ഇങ്ങനെ പലതിനോട് ഒട്ടി നിൽക്കുകയാണ്, അല്ലെ? പലതിന്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് മനസ്സ്. അപ്പോ ഈ സന്യാസം സംഭവിക്കില്ല. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ എല്ലാറ്റിൽ നിന്നും അസംഗമാക്കി, ഒന്നിനോടും സംഘമില്ലാതെ
ആ മനസ്സിനെ ആത്മനിഷ്ഠമാക്കി തീർക്കണം. അതിലൂടെ ഇത് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഈ തത്വാനുഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ തത്വം എന്താണ്, വസ്തു എന്താണ്, സത്യം എന്താണെന്നുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തെ 9 വാതിലുകളുള്ള ഒരു പുരം പോലെ തോന്നും എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ പുരത്തില് താമസിക്കുന്ന ആളാണ് ആത്മാവ്. അദ്ദേഹം നിഷ്ക്രിയനാണ്. 9 വാതിലുള്ള ഒരു പുരമാണ് ശരീരം. അതിൽ ഒന്നും ചെയ്യാതെ താമസിക്കുന്ന ഒരാളാണ് ആത്മാവ്. ഈ രീതിയിൽ അനുഭവിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് 9 വാതിലുകൾ? ഏതൊക്കെയാ? കണ്ണ് അല്ലെ, 2 കണ്ണ്, 2 ചെവി, മൂക്ക്, 2 ദ്വാരങ്ങള്, പിന്നെ വായ, പിന്നെന്താണ് ജനനേന്ദ്രിയം, വിസർജനേന്ദ്രിയം. ഇതൊക്കെ എങ്ങനെയാണോ 9 ദ്വാരങ്ങൾ. അപ്പൊ ഇങ്ങനെ 9 വാതിലുകൾ ഈ ശരീരമാകുന്ന, ദേഹമാകുന്ന ഈ പുരത്തിൽ 9 വാതിലുകൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതിൽ താമസിക്കുന്ന നിഷ്ക്രിയനായ പുരവാസി ആരാണ്? പുരത്തിൽ താമസിക്കുന്ന ആളാരാണ്? ആത്മാവ്. അപ്പോ പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ ആ പുരവാസിയുടെ അല്ലെങ്കിൽ ആ പ്രഭുവിന്റെ സാന്നിധ്യം കൊണ്ട്, എങ്ങനെയുള്ള സാന്നിധ്യം? നിഷ്ക്രിയമായ, അദ്ദേഹം അവിടെ ഉണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം നിഷ്ക്രിയമായിട്ട് അങ്ങനെ ഇരിക്കുക. തന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതാ അതിന്റെ ജോലി ചെയ്യുന്നത് ആത്മസാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അല്ലെ, ശരിയല്ലേ? അത് ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പ്രവർത്തിക്കില്ല. അപ്പോ ഇതൊക്കെ ചലിക്കുമ്പോഴും ഇതൊക്കെ പ്രവർത്തിക്കുമ്പോഴും ഈ മനസ്സും പ്രാണനും ഇന്ദ്രിയങ്ങളും ഒക്കെ ചലിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഞാൻ പ്രവർത്തിപ്പിക്കുന്നില്ല. ഇതാണ് ആത്മാവിന്റെ അനുഭവം. അതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അനുഭവം ലൗകിക തലത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാൾക്ക് സങ്കല്പിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ലൗകികതയില് മുഴുകിയിരിക്കുന്ന, ഭൗതിക തലത്തിൽ മുഴുകി കഴിയുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിലുള്ള സന്യാസം എന്താണെന്ന് പറഞ്ഞു അല്ലെ? അത് ഉള്ളിലാണ് സംഭവിക്കേണ്ടത്, ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. അതിങ്ങനെ സംഭവിക്കുക തത്വാനുഭവം ഉണ്ടാവുമ്പോഴാണ് അത് സംഭവിക്കുക എന്നുള്ളത്. അപ്പോ യഥാർത്ഥത്തിലുള്ള സന്യാസം എന്താണെന്ന് അങ്ങനെ വിശദീകരിച്ചു. അപ്പൊ ഇനി ഒരാൾക്ക് ഈ കർമ്മബന്ധം എന്ന് വരുന്നത് എങ്ങനെ ഉണ്ടാവുന്ന? അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന ഒരു കൃത്രിമ സ്വഭാവമാണ്. തന്റെ സ്വഭാവമല്ല, അസ്വഭാവമല്ല, പിന്നെ കൃത്രിമമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പൊ അതിന് മാറ്റാനുള്ള മാർഗം എന്താ? അവനവൻ തന്നെ പ്രയത്നിക്കണം. എങ്ങനെ? സ്വരൂപബോധം. എന്റെ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ്, അത് തിരിച്ചറിഞ്ഞാല് ഈ കൃത്രിമമായിട്ടുള്ള സ്വഭാവം മാറുള്ളൂ, ബന്ധം എന്നുള്ള സ്വഭാവം മാറുള്ളൂ എന്നാണ്. അപ്പൊ ശരിക്കും സ്വഭാവം എന്ന് പറയുന്നത് ആർക്കും ഒന്നിനോടും ബന്ധമില്ല. പക്ഷെ അപ്പൊ പിന്നെ ബന്ധങ്ങളോ, ഇപ്പോ അനുഭവിക്കുന്ന ബന്ധങ്ങളോ, അത് കൃത്രിമമായിട്ടുണ്ടാക്കുന്ന അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവനവന് തന്നെ സാധിക്കുള്ളൂ, അല്ലെ? അവനവൻ തന്നെ പ്രയത്നിച്ചിട്ട് വേണം അതിന് രക്ഷപ്പെടാൻ. എങ്ങനെയാണ് പ്രയത്നിക്കുക വെച്ച് കഴിഞ്ഞാൽ താൻ ആരാണ്, തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള ബോധം നേടുന്നതിലൂടെ, അത് അറിയുന്നതിലൂടെ ഇതൊന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു. തോളുകൾ അയഞ്ഞിരിക്കട്ടെ. റിലാക്സ് യുവർ ഹോൾ ബോഡി. തന്നിൽ തന്നെ വിശ്രമിക്കൂ. അവനവനിൽ തന്നെ വിശ്രമിക്കും. ഓം സം സമിത്യുപസി വൃഷൻ അഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോപശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവൗമനാംസി ജാനത
ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഹൂതി സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്.